അസ്സലാമലൈക്കും. ഇതാ അയാനൂന് 7 മണിക്കാണ് മദ്രസ. അവൻ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതാ അവൻ പോവുകയാണ്. ശരി കുഞ്ഞു പോയിക്കോട്ടാ. നോക്കിക്കോ. സ്കൂളിൽ കൊണ്ടുപോകാൻ ചുടുവെള്ളം ചൂടായിട്ടോ. ചോറിനുള്ള വെള്ളം നന്നായി ചൂടായി. ഇനി നമുക്ക് അരി ഇടാം കേട്ടോ. പിന്നെ അയാനു 8 മണിക്കാണ് മദ്രസ വിട്ട് വരിക. എന്നിട്ട് വേഗം മാറ്റിയിട്ട് പിന്നെ അങ്ങനെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഇന്നലെ ആട്ടി വെച്ച മാവ് നന്നായി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായി പൊങ്ങി അത് പിന്നെ മമ്മിയുടെ ജോലിയാണ്. ഞാൻ അതിൽ ഒരു ഇൻട്രസ്റ്റും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ മമ്മിയാണ് അതിൽ ചെയ്യുക, ആട്ടണതും ഒക്കെ അതിന് മമ്മി തന്നെയാണ് ചെയ്യാറ്, ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ മാവിനെ സെപ്പറേറ്റ് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാം മാവ് ആട്ടിയ ദിവസം എന്താ ബ്രേക്ക്ഫാസ്റ്റ്, അത് തന്നെ ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. ഞാൻ ഇഡ്ഡലിക്ക് നന്നായി ബാക്കിയുള്ള മാവിന് മിക്സ് ചെയ്തിട്ട് തട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതങ്ങണ്ട് വെച്ചു കേട്ടോ. അതൊന്നായിക്കോട്ടെ. പിന്നെ ചോറിന് അത് അരി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്ത് സോയാബീൻ വെള്ളത്തിലിട്ടുണ്ട്. അത് കുട്ടികൾക്ക് ഇന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ആദ്യം ഞാൻ തേങ്ങ പൊട്ടിക്കുകയാണ് കേട്ടോ. തേങ്ങ പൊട്ടിക്കുമ്പോൾ വിചാരിക്കും വലിയ ചട്നിയോ എന്തോ ഉണ്ടാക്കാൻ പോകണമല്ല. ചെറിയ ഒരു സിമ്പിൾ തട്ടിക്കൂട്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് ഉള്ളിയും കുറച്ച് തേങ്ങയും വേണം കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചിരവിയിട്ടൊക്കെ സെറ്റാക്കി വെക്കണം കേട്ടോ. ഇതിനിടയിൽ ചോറ് വേവുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഉള്ളി വന്നിട്ട് സോയാബീനിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇഡ്ഡലി ആയപ്പോൾ ഞാനത് ഇറക്കി വെച്ച് അത് മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം. ആദ്യം സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഉള്ള അത് ഏതായാലും കുഴപ്പമില്ല, അത് ചേർക്കുക കേട്ടോ. അത് നന്നായി വഴറ്റിയ ശേഷം ഉണക്കമുളക് അതിലിടുക. ഉണക്കമുളക് ഇട്ടിട്ട് കുറച്ചും കൂടി വഴറ്റിയ ശേഷം ഉപ്പൊക്കെ ഇട്ട് അതുപോലെ തേങ്ങ ചിരവിയത് കുറച്ചും ചേർക്കുക. പിന്നെ തക്കാളി ചേർക്കണം, മറക്കരുത്. പക്ഷെ ഞാൻ അതിൽ തക്കാളി ചേർത്തിട്ടില്ല, കാരണം എനിക്ക് മറന്നു. നിങ്ങൾ ചേർക്കുക കേട്ടോ, അപ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിരിക്കും. നല്ല മുളകും അതുപോലെ ഉണക്കമുളക് കൂടുതലും ഇടണം. അപ്പോൾ നന്നായിരിക്കും. അപ്പോൾ ചട്നി ഒന്നും വേണ്ട, അതേ സെറ്റായിരിക്കും. ഓക്കെ. ചട്നിയും ചമ്മന്തി സെപ്പറേറ്റായി വേണമെന്നൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് വെന്തപ്പോൾ ചോറ് ഊറ്റി കേട്ടോ. ഇനി അടുത്തത് നമുക്ക് സോയാബീൻ എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ചെറുതായി അരിഞ്ഞ സവാള അത് എണ്ണ ആദ്യം ചൂടാവാൻ വെക്കുക കേട്ടോ. അതിന് ശേഷം സവാള ഇടുക. സവാള ഇട്ട ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ പൊടിയോ അല്ലെങ്കിൽ പെരിഞ്ചീരകം, ഞാൻ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തത്. ഉള്ളത് അതിടുക. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, ചില്ലിപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് അതിലോട്ട് വേവിച്ച് വെച്ച സോയാബീൻ ഇടുക. അപ്പോൾ അത് ഒന്ന് അതിൽ ഡ്രൈ ആയിട്ട് അതൊന്ന് നന്നായി മസാല പിടിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഞാൻ അവർക്ക് മുട്ട പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സവാള കുനൂന നമ്മുടെ ഈ ചോപ്പറിൽ നമുക്ക് റെഡിയാക്കി തരുമല്ലോ. അപ്പോൾ അതിലേ ആക്കിയിട്ട് അതിലെ ഒരു മുട്ട ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് അവർക്ക് റെഡിയാക്കണം കേട്ടോ. അത് ചിക്കി പൊരിക്കാനുള്ള പോലെ, അല്ലെങ്കിൽ ഇടയ്ക്ക് ചിക്കി പൊരിക്കാതെയും കൊടുക്കും. ഒരു ഉപ്പേരിയും ഒരു മുട്ടയായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ. ഇന്ന് സോയാബീൻ ഉള്ളത് കൊണ്ട് പിന്നെ ഇതിനെ ഒരു മുട്ടയാക്കിയിട്ട് അങ്ങനെയാണ് എപ്പോഴും കൊടുക്കാറുള്ളത്.
അങ്ങനെ മുട്ടയും സോയാബീനും ഒക്കെ റെഡിയായിട്ടോ. അതിന് ശേഷം ഞാൻ ആദമിൻ്റെ ടിഫനിൽ ഭക്ഷണമൊക്കെ ആക്കി, രണ്ടാളുടെയും ടിഫനിൽ ചോറൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് ആദമിൻ്റെ ടിഫനിൽ മുട്ട ചിക്കിയതും വെച്ച് കൊടുത്തു. പിന്നെ അവൻ്റെ തനിയുള്ള ബോക്സിൽ സോയാബീനും ഒക്കെ വെച്ചിട്ട് സെറ്റാക്കി കൊടുത്തു കേട്ടോ. അയാനുവിനും അതുപോലെ അവൻ്റെ ലഞ്ച് ബോക്സും ഒക്കെ സെറ്റാക്കി. എന്നിട്ട് അയാനും ടാറ്റ ബൈ ബൈ വന്നിട്ട് പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കിച്ചണൊക്കെ മെസ്സിയായി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഒരു കലാപരിപാടി കഴിഞ്ഞതും അങ്ങനെ മെസ്സിയായി. പിന്നെ അതൊക്കെ ഉമ്മ വന്നിട്ട് ഉമ്മ വന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി, ഇക്കാൻ്റെ ഉമ്മ വന്ന് അതൊക്കെ ഒന്ന് റെഡിയാക്കി തന്ന് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് കിച്ചൺ? ഓക്കെ ആയില്ലേ? സെറ്റായില്ലേ? ഇതൊക്കെയാണ് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.